ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേരിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് പ്രോനൗൺ, അല്ലേ? ഐ, ഷീ, ഹി, വി, ദേ, ഇറ്റ്, ഇതെല്ലാം പ്രോനൗൺ. ഇതിൻ്റെ കൂടെ ഏത് വെർബാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേസമയം ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഡെഫിനിറ്റ് അല്ല എന്നാണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. കുറേ ഇൻഡെഫിനിറ്റ് പ്രോനൗണിൻ്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ വരൂ. വേറെ കുറേ എണ്ണം പ്ലൂറൽ വെർബ് മാത്രമേ സ്വീകരിക്കൂ. വേറെ കുറച്ച് ഇൻഡെഫിനിറ്റ് പ്രോനൗണിൻ്റെ കൂടെ സിംഗിളിനും വരും, പ്ലൂറലും വരും. ഇതാണ് എൻ്റെ പ്രത്യേകത. നമുക്ക് ഓരോ ബ്ലോക്കായിട്ട്, അതായത് സിംഗിളിൽ വരുന്നത് പിന്നെ പ്ലൂറൽ വരുന്നത് രണ്ടും കൂടെ വരുന്നത്, ഇങ്ങനെ ഓരോ ബ്ലോക്കായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും, ഇല്ലേ? അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നേരത്ത് ഗ്രാമറൊന്നും നോക്കണ്ട, ചുമ്മാ പറയുമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാലും നമുക്ക് ആർക്കും തന്നെ തെറ്റ് വരുത്താൻ ആഗ്രഹമില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, വാട്ട് ദേ വിൽ തിങ്ക്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാത്തത്. ഈ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ തന്നെ കുറേയധികം ധൈര്യത്തോടു കൂടി നമുക്ക് എഴുതാനും പറയാനും പറ്റും. അപ്പം സിംഗിളിന് മാത്രം വരുന്ന, സിംഗിൾ വെർബ് മാത്രം സ്വീകരിക്കുന്ന കുറച്ച് ഇൻഡെഫിനിറ്റ് പ്രോനൗണിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതൊരു 4 ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് അത് ഓർമ്മയിരിക്കും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സംബഡി, സമ്മൺ, സംതിങ്, ഇത് ഒരു ബ്ലോക്ക്. നെക്സ്റ്റ്, എവരിബഡി, എവരിവൺ, എവരിതിങ്, ഇത് അടുത്ത ബ്ലോക്ക്. ഇതിൻ്റെ കൂടെ എല്ലാം സിംഗുലർ വെർബ് മാത്രമാണ് വരുന്നത്. സംബഡി ലൈക്സ് ഇറ്റ്, ലൈക്ക് എന്നുള്ള വെർബിൻ്റെ കൂടെ ഒരു എസ് ഇട്ട് കഴിഞ്ഞു, അപ്പോഴത്തേക്കും അത് സിംഗിളറായിട്ട് മാറും. സമ്മൺ ഗീവ്സ്, എസ് ചേർന്നു, അപ്പോൾ അത് സിംഗിൾ വെർബായിട്ട് മാറും. ദെൻ സംതിങ് ഈസ്, എവരിബഡി ലവ്സ്, അവിടെയും ഒരു എസ് ചേർന്നു. എവരിവൺ ഈസ്, എവരിതിങ് ഈസ്, ഇതെല്ലാം സിംഗിൾ വെർബാണ് വന്നേക്കുന്നത്. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു പ്രയാസമില്ല. ഈ പാസ്റ്റ് ആണെങ്കിൽ ഈസിന് പകരമെല്ലാം വാസായിട്ട് മാറും. ബാക്കിയുള്ള വെർബുകളെല്ലാം അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് മാറും. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത 2 ബ്ലോക്ക് കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് എനിബഡി, എനിവൺ, എനിത്തിങ്. നെക്സ്റ്റ്, നോബഡി, നോ വൺ, നത്തിങ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സിംഗിൾ വെർബ് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ആ 12 ഓർത്ത് വയ്ക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ നോ വൺ എന്ന് പറയുന്നത് 2 ആയിട്ടാണ് എഴുതുന്നത്, 2 വാക്കാണ്. അത് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഇത് കൂടാതെ ഈച്ച്, എവരി, മച്ച്, ഇതിൻ്റെ കൂടെയും സിംഗിൾ വെർബ് മാത്രമേ ഉപയോഗിക്കൂ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നോബഡി, നോ വൺ, നത്തിങ്, ഇതൊരു സെൻറ്റൻസ് പ്രയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ ഒരു നോ പ്രയോഗിക്കരുത്. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഡബിൾ നെഗറ്റീവായിട്ട് മാറി യഥാർത്ഥത്തിൽ അത് പോസിറ്റീവായിട്ട് മാറും. ഇത്രയും മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല. വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again with another interesting video.